Warm welcome to CS Capsules. Today we are discussing Introduction to DBMS. ഇന്ന് നാം ഈ സെഷനിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് DBMS അല്ലെങ്കിൽ ഇൻട്രഡക്ഷൻ ടു DBMS ആണ്. ഫസ്റ്റ്, ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം ഡിസ്കസ് ചെയ്യുന്നതിന് മുമ്പായി നമുക്ക് എന്താണ് ഡാറ്റ എന്ന് പറയാം. നവഡേയ്സ് ഡാറ്റ ഈസ് വാല്യുബിൾ, മോർ ഇമ്പോർട്ടൻറ്റ്. നമ്മുടെ ഡാറ്റ പലപ്പോഴും വെബ്സൈറ്റുകളിൽ നിന്ന് ചോർന്നു പോകുന്നതായി നമുക്കറിയാം. മറ്റു പല ആവശ്യങ്ങൾക്ക് അത്രയും പ്രാധാന്യം അർഹിക്കുന്ന ഒന്നായിട്ട് ഡാറ്റ മാറിയിട്ടുണ്ട്. ഡാറ്റ ഈസ് നോൺ ആസ് ഫാക്ട്സ് ഓർ ഫിഗേഴ്സ്. എക്സാമ്പിൾ, ഒരു നമ്പർ അല്ലെങ്കിൽ ഒരു പേര് അല്ലെങ്കിൽ ഒരു വസ്തുവിൻ്റെ പേര്, ഇതിനൊക്കെ നമുക്ക് ഡാറ്റ എന്ന് പറയാം. കോമൺലി നവഡേയ്സ് വി ആർ സ്റ്റോറിങ് ഡാറ്റ ഇൻ കമ്പ്യൂട്ടർ മെമ്മറി. ഹ്യൂജ് ഡാറ്റ വരുമ്പോൾ ഇന്ന് നമ്മളത് കമ്പ്യൂട്ടറിലാണ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത്. ഡാറ്റ കഴിഞ്ഞാൽ ഉടനെ തന്നെ അടുത്ത് വരുന്ന ഇൻഫർമേഷൻ. പ്രോസസ്ഡ് ഡാറ്റ ഈസ് നോൺ ആസ് ഇൻഫർമേഷൻ. നമ്മൾ ഡാറ്റയെ പ്രോസസ്സ് ചെയ്ത് കിട്ടുന്നതാണ് ഇൻഫർമേഷൻ. അറിയാം, ഹിസ് നെയിം ഈസ് അരുൺ, അതൊരു ഇൻഫർമേഷനാണ്. അപ്പോൾ അരുൺ എന്നുള്ളത് അവിടെ ഒരു ഡാറ്റയാണ്. അപ്പോൾ അതിനെ പ്രോസസ്സ് ചെയ്ത് കിട്ടിയിട്ടുള്ളതാണ് ഇൻഫർമേഷൻ. ഫീൽഡ്, എ ഫീൽഡ് ഇസ് ദ സ്മോളസ്റ്റ് യൂണിറ്റ് ഓഫ് സ്റ്റോർഡ് ഡാറ്റ. നമ്മൾ സ്റ്റോർ ചെയ്ത ഡാറ്റയിലുള്ള ഏറ്റവും ചെറിയൊരു യൂണിറ്റാണ് ഫീൽഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സ്റ്റുഡൻറ്റ് ഐ ഡി ഒരു ഫീൽഡാണ്. അതുപോലെ തന്നെ ഫോർ നെയിം, സർനെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ഇതൊക്കെ ഇവിടെ ഫീൽഡായിട്ടാണ് വന്നിട്ടുള്ളത്. റെക്കോർഡ്, കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സ് ഈസ് കോൾഡ് റെക്കോർഡ്. ഒരു മീൻസ് ഈ എല്ലാ ഫീൽഡുകളും ചേർന്നതിനെയാണ്. ഇപ്പോൾ ഈ ഫിലിപ്പ് എന്ന് പറയുന്നവരെ ഐ ഡി, അതുപോലെ തന്നെ ഫോർ നെയിം, സർനെയിം, അതുപോലെ ഡേറ്റ് ഓഫ് ബർത്ത്, ഇതെല്ലാം ചേർന്നതിനെയാണ് നമ്മളൊരു റെക്കോർഡ് എന്ന് പറയുന്നത്. കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഫീൽഡ്സ്, പരസ്പരം ബന്ധപ്പെട്ട് കിടക്കുന്ന അവരുടെ ആ ഡാറ്റകളുടെ എല്ലാം ഒരു കളക്ഷനെയാണ് നാം റെക്കോർഡ് എന്ന് പറയുന്നത്. ഫയൽസ്, കളക്ഷൻ ഓഫ് ഓൾ മീൻസ് റെക്കോർഡ്സ്. ഈ റെക്കോർഡ്സുകളുടെ എല്ലാ കളക്ഷനും, ഈ റെക്കോർഡുകളെയാണ് നമ്മൾ ഫയലായിട്ട് സേവ് ചെയ്ത് വെക്കുന്നത്. കളക്ഷൻ ഓഫ് റെക്കോർഡ്സ് ഈസ് നോൺ ആസ് ഫയൽ. നെക്സ്റ്റ്, ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ച്. ഇപ്പോൾ പണ്ട് കാലം നമ്മൾ ഡാറ്റ എടുക്കും, ഡാറ്റ ഇതേ മോഡലിൽ റെക്കോർഡ്സുകളായിട്ട് നമ്മൾ ഫയലിൽ സ്റ്റോർ ചെയ്ത് വെക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ച്. പണ്ട് കാലങ്ങളിൽ ഏർലിയർ വി വർ യൂസിങ് file processing approach. First we can see what is file processing approach. This approach was used in earlier period. In this approach, data is stored in various files and used different application programs to perform operation upon these files. Earlier we were using file processing approach. നമ്മൾ ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ച് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. എന്ന് വെച്ചാൽ വി വർ യൂസിങ് ഡിഫറെൻറ്റ് ഫയൽസ് ഫോർ സ്റ്റോറിങ് അവർ ഡാറ്റ. നമ്മുടെ ഡാറ്റ സ്റ്റോർ ചെയ്തിരുന്നത് വ്യത്യസ്തമായ ഫയലുകളിലായിരുന്നു. ആൻഡ് ആൾസോ വി യൂസ്ഡ് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഫോർ പെർഫോമിങ് ഓപ്പറേഷൻ അപ്പോൺ ദീസ് ഫയൽസ് ഓർ അപ്പോൺ ദീസ് ഫയൽസ്. ഈ ഫയൽസിന് മുകളിൽ ഓപ്പറേഷൻ നടത്താൻ വേണ്ടി വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിരുന്നു നമ്മൾ ഉപയോഗിച്ചിരുന്നത്. മീൻസ് ഇപ്പം നിങ്ങളെ സ്കൂളിലാണെങ്കിൽ നിങ്ങളെ കോളേജിലാണെങ്കിൽ നിങ്ങളുടെ അഡ്മിഷൻ പ്രോസസ്സ്, അപ്പോൾ ആ കാര്യങ്ങൾ അഡ്മിഷൻ രജിസ്റ്റർ എൻട്രി അല്ലെങ്കിൽ അഡ്മിഷൻ രജിസ്റ്റർ എന്ന ഒരു ഫയൽ നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നു. അതിലെ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഉപയോഗിച്ചിട്ട് അതിലേക്ക് നമ്മൾ റെക്കോർഡ് മീൻസ് ഇൻസേർട്ട് ചെയ്യുന്നു, അതിലെ അപ്ഡേഷൻ നടത്തുന്നു, അതുപോലെ തന്നെ ഡിലീറ്റ് ചെയ്യുന്നു. അതുപോലെ നിങ്ങളുടെ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്ക് മറ്റൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യുന്നു. ആ ഓപ്പറേഷൻ നടത്താൻ മറ്റൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിൻ്റെ സഹായത്തോടെ അതിലുള്ള ഓപ്പറേഷൻസ് വി ആർ പെർഫോമിങ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇങ്ങനെയായിരുന്നു നമ്മൾ ഏർലിയർ അല്ലെങ്കിൽ മുൻകാലങ്ങളിൽ നമ്മൾ ഡാറ്റ ഓപ്പറേഷൻ നടത്തിയിരുന്നത്. It needs different application programs to read records from and add records into the appropriate files. ഈ ഫയൽ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഈ ഫയലിലേക്ക് ഡാറ്റ സ്റ്റോർ ചെയ്യാനും അതുപോലെ അതിൽ നിന്ന് റീഡ് ചെയ്യാനെല്ലാം നമുക്ക് ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്. ഒന്നിൽ കൂടുതൽ ഫയൽസ് ഉണ്ടാവും. ആ ഫയൽസുകളൊക്കെ ഡിഫറെൻറ്റ് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ആയിരുന്നു യൂസ് ചെയ്തിരുന്നത്.
The records in one file may not relate to the records in any other file. ഒരു ഫയലിലെ റെക്കോർഡ്, അത് ഞാൻ പറഞ്ഞത് അഡ്മിഷൻ എൻട്രി. ഇപ്പോൾ ഒരു കുട്ടി അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടി നമ്മുടെ കോളേജിൽ അഡ്മിഷൻ എടുത്താൽ അഡ്മിഷൻ എൻട്രി അല്ലെങ്കിൽ അഡ്മിഷൻ ഫയലിൽ അവനൊരു എൻട്രി വരുന്നു, അവൻ്റെ റെക്കോർഡ് എൻട്രി നമ്മൾ എൻ്റർ ചെയ്യുന്നു. സിമിലർലി ലൈബ്രറിയിലും അവനൊരു ഇതേ രീതിയിലൊരു എൻട്രി വരുന്നു. അപ്പോൾ ഓരോ ഈ റെക്കോർഡുകൾ തമ്മിൽ യാതൊരു ബന്ധവും ഉണ്ടായിരുന്നില്ല, പരസ്പരം ബന്ധപ്പെട്ടിരുന്നില്ല. ഡിസഡ്വാൻറ്റേജസ് ഇനി നമ്മൾ പറയാൻ പോകുന്ന, ഈ പണ്ട് ഇങ്ങനെയായിരുന്നു, ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉപയോഗിച്ച് ഡിഫറെൻറ്റ് ഫയൽസിലാണ് നമ്മൾ സേവ് ചെയ്തിരുന്നത്. ഇതല്ല ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കാൻ കാരണം. അതിൽ നിന്ന് നമുക്ക് ഒന്ന് മനസ്സിലാക്കാം, ദാറ്റ് അപ്രോച്ച് ഹാസ് മെനി ഡ്രോബാക്സ് or demerits. We are going to explain disadvantages of file processing approach. അടുത്ത് നമ്മൾ ഡിസഡ്വാൻറ്റേജസ് ആണ്, ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിൻ്റെ ഡിസഡ്വാൻറ്റേജസ് ആണ് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ്, ഡാറ്റ റിഡൻഡൻസി. The same information may be written in several files. The storing of same data in multiple locations, same file or different files is known as data redundancy. എന്ന് വെച്ചാൽ ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ ഡാറ്റ റിഡൻഡൻസി കൂടുതലായിരുന്നു. ഡാറ്റ റിഡൻഡൻസി മീൻസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് ഡാറ്റ. ഒരു ഡാറ്റ തന്നെ ഒരു ഫയലിൽ അല്ലെങ്കിൽ വ്യത്യസ്തമായ ഫയലുകളിൽ ആവർത്തിക്കുന്നതിനാണ്, വീണ്ടും വീണ്ടും ആവർത്തിച്ചു വരുന്നതിനെയാണ് ഡാറ്റ റിഡൻഡൻസി എന്ന് പറയുന്നത്. മീൻസ് ഡ്യൂപ്ലിക്കേഷൻ ഓഫ് അല്ലെങ്കിൽ റെപ്പറ്റീഷൻ ഓഫ് ഡാറ്റ വീണ്ടും ആവർത്തിക്കുക. ഇപ്പം നിങ്ങൾക്കറിയാം, ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞു. അഡ്മിഷനിൽ അരുൺ എന്ന് പറയുന്ന ഒരു കുട്ടിയുടെ ഇൻഫർമേഷൻ ഉണ്ട്. അപ്പോൾ അരുൺ ഏതാണ് കോഴ്സ്, ഫസ്റ്റ് BSc മാത്സ്, അതുപോലെ തന്നെ അവൻ്റെ കോണ്ടാക്റ്റ് നമ്പർ, ഇതെല്ലാം ഈ ഡീറ്റെയിൽസ് എല്ലാം, അതുപോലെ റോൾ നമ്പർ, ഈ ഡീറ്റെയിൽസ് എല്ലാം നമ്മുടെ ലൈബ്രറി അല്ലെങ്കിൽ ലൈബ്രറിയുമായി ബന്ധപ്പെട്ട ഫയലിലും സ്റ്റോർ ചെയ്യുന്നു. അപ്പം രണ്ട് ഭാഗങ്ങളിൽ അരുൺ അല്ലെങ്കിൽ ഓരോ വിദ്യാർത്ഥിയെ സംബന്ധിച്ചുള്ള ഇൻഫർമേഷനും പലതും, എല്ലാം എന്നല്ല, കോമൺ ആയിട്ടുള്ള കാര്യങ്ങൾ ആവർത്തിച്ചു വരുന്നു. ഇതാണ് റിഡൻഡൻസി എന്ന് പറയുന്നത്. അപ്പോൾ റിഡൻഡൻസി ഡിഫറെൻറ്റ് ഫയൽസിൽ സേവ് ചെയ്യുന്നത് കൊണ്ട് തന്നെ റിഡൻഡൻസി എന്നുള്ള ഒരു പ്രോബ്ലം ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിന് ഉണ്ടായിരുന്നു. അതിനുള്ളൊരു പോരായ്മ, ഇറ്റ് കോസ്റ്റ് ടൈം. അതിന് നമുക്ക് എൻട്രി കൊടുക്കാൻ വേണ്ടി ടൈം വേണം, മണി വേണം, അതിന് വേണ്ടി ഒരു ലേബറെ അപ്പോയിൻ്റ് ചെയ്യണം. സ്റ്റോറേജ് സ്പേസും ആവശ്യമാണ്. ടു എൻ്റർ ദ ഡാറ്റ മോർ ദാൻ വൺസ്. ഒന്നിൽ കൂടുതൽ ഫയൽസിൽ ഇങ്ങനെ വീണ്ടും ഡാറ്റ സ്റ്റോർ ചെയ്യുന്നത് കൊണ്ട് തന്നെ ടൈം കൺസ്യൂമിംഗ് ആണ്, അതിനുള്ള ഒരു ലബോറിയസ് വർക്കാണ്, സ്റ്റോറേജ് സ്പേസ് ആവശ്യമാണ്. ഇതെല്ലാമാണ് ഒന്നാമത്തെ ഡാറ്റ റിഡൻഡൻസി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഇൻകൺസിസ്റ്റൻസി. Data redundancy may lead to data inconsistency. Various copies of same data show different values in different files. For example, any change in the student contact number, it may be reflected in single file but not reflected to any other file related to the same student. എന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു റിഡൻഡൻസി ഉണ്ട്. നമ്മുടെ കോളേജിൽ ഒരു വിദ്യാർത്ഥി ഒരു വിദ്യാർത്ഥിയുടെ കോണ്ടാക്റ്റ് നമ്പർ മാറി, ചേഞ്ച് ആയിട്ടുണ്ട്. അങ്ങനെ അവർ ഓഫീസുമായി കോണ്ടാക്റ്റ് ചെയ്യുന്നു. ഓഫീസിൽ അവരുടെ കോണ്ടാക്റ്റ് നമ്പർ, പുതിയ നമ്പർ നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നു. ബട്ട് ഈസ് നോട്ട് ഗോയിങ് ടു അപ്ഡേറ്റ് ഇൻ ദ ലൈബ്രറി ഫയൽ. സോ വി ക്യാൻ സീ ദ 2 കോണ്ടാക്റ്റ് നമ്പേഴ്സ് റിലേറ്റഡ് ടു ദ സെയിം സ്റ്റുഡൻറ്റ്. അപ്പം 2 കോണ്ടാക്റ്റ് നമ്പർ ഉണ്ടാവും, ഒന്ന് വാലിഡ് ആണ്, ഒന്ന് വാലിഡ് അല്ല. ഇതാണ് ഇവിടെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞത്. വെൻ വി ആർ മേക്കിംഗ് എനി ചേഞ്ച്, ഒരു ചേഞ്ച് നമ്മൾ വരുത്തുകയാണ്. ഇപ്പോൾ ഇവിടെ നമ്മൾ അഡ്മിഷൻ എന്നുള്ള ഫയൽ നമ്മൾ ചേഞ്ച് വരുത്തി കഴിഞ്ഞു. ബട്ട് ഇറ്റ് വോണ്ട് റിഫ്ലക്റ്റ് ഇൻ ദ അനദർ ഫയൽ. അത് എന്ത് ചെയ്യില്ല, മറ്റുള്ളതിലൊന്നും റിഫ്ലക്റ്റ് ചെയ്യില്ല. ദിസ് ഈസ് ഇൻകൺസിസ്റ്റൻസി, ഡാറ്റ ഇൻകൺസിസ്റ്റൻസി. എവിടെയെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ആ ചേഞ്ച് ബാക്കി എല്ലായിടത്തും അവൻ്റെ കോപ്പി എവിടെയെല്ലാം ഉണ്ടോ അവിടെ ഒക്കെ മാറ്റം വരികയാണെങ്കിൽ അതിനെയാണ് നാം ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. ഇവിടെ ഇൻകൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ഒരു മാറ്റം നമ്മൾ വരുത്തുന്നുണ്ട്, ആ മാറ്റം മറ്റ് ഫയലിലൊന്നും കാണുന്നില്ല, അവിടെ ഓരോ ഫയലും എടുത്ത് ചേഞ്ച് വരുത്തേണ്ടതായിട്ട് വരുന്നു. ഇതാണ് ഇവിടെ ഡാറ്റ ഇൻകൺസിസ്റ്റൻസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. 3, ഡിഫിക്കൽട്ട് ഇൻ ഡാറ്റ ആക്സസ്. There is no proper mechanism to organize, retrieve data in an efficient and convenient manner. നമുക്ക് നല്ല രീതിയിൽ
നമുക്ക് ആവശ്യമായ രീതിയിൽ ഡാറ്റ റിട്രീവ് ചെയ്യാൻ ആക്സസ് ചെയ്യാനും അതുപോലെ തന്നെ അതിലെന്തെങ്കിലും ഒരു മാറ്റമൊക്കെ അപ്ഡേറ്റ് ചെയ്യാനൊക്കെ ഉള്ള അല്ലെങ്കിൽ ആക്സസ് ചെയ്യാനുള്ള ഒരു പ്രോപ്പർ മെക്കാനിസം ഒരു പ്രോപ്പർ ടെക്നിക്ക് ഈ ഒരു ഫയൽ അപ്രോച്ചിങ് മെത്തേഡിലില്ല. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഫോർ എക്സാമ്പിൾ ടു ഡിസ്പ്ലേ ഡീറ്റെയിൽസ് ഓഫ് ഓൾ സ്റ്റുഡൻസ് കമ്മിങ് ഫ്രം എ പർട്ടിക്കുലർ ഏരിയ. ഇപ്പോൾ ഞാൻ പറയാം ഒരു പർട്ടിക്കുലർ പിൻകോഡുള്ള ആ ഭാഗത്ത് നിന്ന് വരുന്ന കുട്ടികളുടെ എല്ലാ ഡീറ്റെയിൽസ്, അല്ലെങ്കിൽ എ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യുന്ന എല്ലാ കുട്ടികളുടെയും ഡീറ്റെയിൽസ്, ഇങ്ങനെയൊക്കെ നമുക്ക് ആവശ്യങ്ങൾ വരുമ്പോൾ അങ്ങനെ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡാറ്റ ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിലില്ല. അങ്ങനെ വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അതിനും ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ഇതാണ് മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത്, ഡിഫിക്കൽട്ട് ഇൻ ഡാറ്റ ആക്സസ്. 4, ഡാറ്റ ഐസൊലേഷൻ. Because data scattered in various files and files may be in different formats. Writing new application program to retrieve the appropriate data is difficult. ഞാൻ പറഞ്ഞു ഒരു സ്റ്റുഡൻറ്റിനെ പറ്റിയുള്ള ഇൻഫർമേഷൻസ് അഡ്മിഷൻ അതുപോലെ തന്നെ നമ്മുടെ ലൈബ്രറി ഫയലുണ്ട്. അപ്പോൾ ഒരു സ്റ്റുഡൻറ്റിന് ഈ രണ്ട് ഫയലുകളിലും ഉള്ള ഒരു ഫയലിൻ്റെ അല്ലെങ്കിൽ അരുൺ എന്ന് പറയുന്ന 2 ഫയലിൽ നിന്നുള്ള ഇൻഫർമേഷൻസ് നമുക്ക് റീഡ് ചെയ്യണം എന്നുണ്ടെങ്കിൽ അവിടെ നമുക്കൊരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം നമുക്ക് ഡെവലപ്പ് ചെയ്യണം. അതുപോലെ തന്നെ 2 ഫയലുകളും ഒരേ ഫോർമാറ്റിൽ നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റോർ ചെയ്യണം. എന്ന് വെച്ചാൽ ഇപ്പോൾ നമുക്ക് ഫയലുകളിൽ ഞാൻ നേരത്തെ കാണിച്ചു നമുക്കൊരു ടേബിൾ രൂപത്തിൽ ഡാറ്റ സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് കോമ ഇട്ടിട്ട് ഓരോ ഡാറ്റക്കിടയിലും കോമ ഇട്ടിട്ട് സ്റ്റോർ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സ്പേസ് വിട്ടിട്ട് സ്റ്റോർ ചെയ്യാം. അപ്പോൾ ഡിഫറെൻറ്റ് ഫോർമാറ്റിലായിരിക്കും നമ്മൾ ഫയൽ സ്റ്റോർ ചെയ്യുന്നത്. ഈ 2 ഫയലുകളും തമ്മിൽ ഞാൻ പറഞ്ഞ അഡ്മിഷൻ ഫയലും അതുപോലെ തന്നെ ലൈബ്രറി ഫയലും തമ്മിൽ ഇങ്ങനെ ഒരു വ്യത്യാസമുണ്ടെങ്കിൽ, ഫയൽ ഫോർമാറ്റിൽ ഡിഫറൻസ് ഉണ്ടെങ്കിൽ അതിനനുസരിച്ചുള്ള ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യുക എന്നുള്ളതും ഒന്നുകൂടി പ്രയാസമേറിയതാണ്. ഇതാണ് ഇവിടെ ഡാറ്റ ഐസൊലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഒരു പ്രത്യേക വിദ്യാർത്ഥിയുമായിട്ട് ഒരു പ്രത്യേക ഡാറ്റയുമായിട്ടുള്ള ഫയൽ അല്ലെങ്കിൽ ഡാറ്റ നമുക്ക് റിട്രീവ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രയാസമാണ്. കാരണം അത് സ്കാറ്റർ ഡിഫറെൻറ്റ് ഫയൽസിലാണുള്ളത്. അപ്പോൾ ഡിഫറെൻറ്റ് ഫയൽ ഫോർമാറ്റ് ആണെങ്കിൽ അത് ആ ഒരു ആപ്ലിക്കേഷൻ പ്രോഗ്രാമിനെ സംബന്ധിച്ചിടത്തോളം അത് ഡെവലപ്പ് ചെയ്യുമ്പോൾ നമുക്ക് പ്രയാസം കൂടുതലാണ്. അടുത്തത് ഇൻറ്റഗ്രിറ്റി പ്രോബ്ലം. ഇഫ് വി നീഡ് ടു ചെക്ക് certain insertion criteria while entering data into the file, it is not possible directly. നമുക്ക് ഡാറ്റ നമ്മുടെ ഫയലിലേക്ക് എൻട്രി ചെയ്യുമ്പോൾ അതിനൊരു പ്രത്യേക ക്രൈറ്റീരിയ നൽകുമ്പോൾ ഇത് എന്ന് വെച്ചാൽ വളരെ പ്രയാസമുള്ള ഒരു കാര്യമായിരുന്നു ഇൻറ്റഗ്രിറ്റി പ്രോബ്ലം. വി ക്യാൻ ഡു ഇറ്റ് റൈറ്റിംഗ് പ്രോഗ്രാംസ്. ഇതിന് നമുക്ക് ഇപ്പോൾ ഇങ്ങനെ ഒരു ഡാറ്റയ്ക്ക് ഒരു പ്രത്യേക ക്രൈറ്റീരിയ കൊടുക്കുക, അത് നമുക്ക് പ്രോഗ്രാം ഉപയോഗിച്ച് മാത്രമേ ആപ്ലിക്കേഷൻ അതിന് നമുക്കൊരു പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യേണ്ടതായിട്ട് വന്നിരുന്നു. ഫോർ എക്സാമ്പിൾ, ഇഫ് വി വാണ്ട് ടു റെസ്ട്രിക്റ്റ് ദ സ്റ്റുഡൻസ് എബവ് ഏജ് 18 കൂടുതലുള്ള കുട്ടികളുടെ ഒരു ഡാറ്റ 18 വയസ്സിന് കൂടുതലുള്ള കുട്ടികളെ മാത്രം സ്റ്റുഡൻസിന് എബോവ് 18, ഇറ്റ് ഈസ് മീൻസ് ദാറ്റ് ഓഫ് ദ പ്രോഗ്രാം എലോൺ. ഇപ്പോൾ ഒരു 18 എബോവ് ഉള്ള കുട്ടികൾ മാത്രമേ എൻട്രി ചെയ്താൽ മതി, അല്ലെങ്കിൽ അവർക്ക് മാത്രമേ നമുക്ക് അഡ്മിഷൻ നൽകാൻ പാടുള്ളൂ. അപ്പോൾ അവിടെ ഒരു ക്രൈറ്റീരിയ കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു ക്രൈറ്റീരിയ നമ്മൾ കൊടുക്കണം എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമ്മൾക്ക് ആപ്ലിക്കേഷൻ പ്രോഗ്രാം ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി വരുന്നു. അപ്പോൾ ഇതാണ് ദർ ഈസ് നോ ഡയറക്റ്റ് ചെക്കിംഗ് ഫെസിലിറ്റി ഇൻ ദ ഫയൽ സിസ്റ്റം. ഇങ്ങനെ ചെക്ക് ചെയ്യാനുള്ള ഡാറ്റ വാലിഡേറ്റ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി ഇതിൽ ഉണ്ടായിരുന്നില്ല. ഇതാണ് അടുത്തൊരു പ്രോബ്ലം ആയിട്ട് പറയുന്നത്. അറ്റോമിസിറ്റി പ്രോബ്ലം. ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ടു എൻഷുർ അറ്റോമിസിറ്റി ഇൻ എ ഫയൽ processing system when transaction failure occurs due to power failure, network problem, etc. Atomicity എന്ന് വെച്ചാൽ when we are taking the entire operation related to a job അല്ലെങ്കിൽ entire operation related to a task, ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷൻ ഒന്നുകിൽ നമ്മൾ ഒരു മുഴുവനായിട്ടുള്ള ഒരു ടാസ്ക് ആക്കി എടുക്കും, അല്ലെങ്കിൽ വി നോട്ട് ടേക്ക് ഇറ്റ് ഓൾ, അല്ലെങ്കിൽ നമ്മൾ അതിൽ ഒരു ഓപ്പറേഷൻ നമ്മൾ പരിഗണിക്കില്ല. എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ എ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, ബി എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്. എയിൽ നിന്ന് ബിയിലേക്ക് നമ്മൾ മണി ട്രാൻസ്ഫർ ചെയ്യാൻ പോവാണ്. ഫസ്റ്റ് വി വിൽ ഡിഡക്റ്റ് ദ മണി ഫ്രം ദ അക്കൗണ്ട് ആൻഡ് ഇറ്റ് വിൽ ബി ആഡ് ഇൻ ടു ബീസ് അക്കൗണ്ട്.
സോ എയിൽ നിന്ന് അക്കൗണ്ട് മീൻസ് എത്രയാണോ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്ത സമയത്ത് അവിടെ ഒരു പവർ ഫെയിലിയറോ അല്ലെങ്കിൽ നെറ്റ്വർക്ക് ഇഷ്യൂ വന്നോ, അതുകൊണ്ട് അത് എന്ത് ചെയ്യില്ല, ബി എന്ന അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആയില്ല. എയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്ത് കഴിയുകയും ചെയ്തു, ബിയിൽ അതെന്തായിട്ടില്ല, ക്രെഡിറ്റ് ആയിട്ടുമില്ല. ഇതൊരു ഇഷ്യൂ ആണ്. അപ്പോൾ ഇങ്ങനെയുള്ള ഇഷ്യൂ സോൾവ് ചെയ്യാൻ, അതിനാണ് അറ്റോമിസിറ്റി പ്രോബ്ലം എന്ന് പറഞ്ഞത്. ഒന്നുകിൽ ഇതിന് അതുമായി ബന്ധപ്പെട്ട എല്ലാ ഓപ്പറേഷൻ അല്ലെങ്കിൽ ട്രാൻസാക്ഷനെയും ഒരു ഇഷ്യൂ ടാസ്ക് ആയിട്ട് എടുക്കും. ഒന്നുകിൽ ഇറ്റ് വിൽ ടേക്ക് എൻറ്റയർ ഓപ്പറേഷൻസ് ഇൻ വൺ ഫോം, ഒരു ഫോമിലെടുക്കും. അതിലെല്ലാം കൂടി മീൻസ് പെർഫോം ചെയ്താൽ മാത്രമേ ആ ടാസ്ക് അവിടെ നടക്കുകയുള്ളൂ. ഇല്ല എങ്കിൽ അതിനിടയിൽ എന്തെങ്കിലും പ്രോബ്ലം വരികയാണെങ്കിൽ ഇറ്റ് വിൽ റോൾ ബാക്ക്, അത് ആദ്യത്തെ കണ്ടീഷനിലേക്ക് തന്നെ തിരിച്ചു പോകും. അതാണ് ഇവിടെ അറ്റോമിസിറ്റി ഈ ഒരു ഫെസിലിറ്റി ഇതിലില്ല. ഇപ്പോൾ അവിടെ ഞാൻ പറഞ്ഞു ഡിഡക്റ്റ് ആയി കഴിഞ്ഞു, പക്ഷെ അവിടെ ക്രെഡിറ്റ് ആയില്ലെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഇറ്റ് വിൽ റോൾ ബാക്ക്, അവിടെ എന്ത് ചെയ്യും, തിരിച്ചു പോകും. ഡിഡക്റ്റ് ആയത് അങ്ങോട്ട് തന്നെ എന്ത് ചെയ്യും, ക്രെഡിറ്റ് ചെയ്യും. അതാണ് ഇവിടെ അറ്റോമിസിറ്റി പ്രോബ്ലം. അതല്ലെങ്കിൽ നോട്ട് അറ്റാൽ എന്ന് പറഞ്ഞാൽ ഒരു ഓപ്പറേഷനും ഉള്ളതായിട്ട് അത് എടുക്കുകയില്ല എന്ന് വെച്ചാൽ നടന്ന ഓപ്പറേഷൻസിനൊക്കെ വേണ്ടാന്ന് വെക്കും. ഇതാണ് ഇവിടുത്തെ അറ്റോമിസിറ്റി പ്രോബ്ലം. ഇത് സോൾവ് ചെയ്യാനുള്ളതും ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിൽ ഉണ്ടായിരുന്നില്ല. അടുത്ത കൺകറന്റ് ആക്സസ് പ്രോബ്ലം. Accessing the same data from the same file is called concurrent access. In this approach, concurrent access leads to incorrect data. എന്ന് വെച്ചാൽ ഒരേ ഫയലിലുള്ള ഒരു ഡാറ്റ മീൻസ് രണ്ട് ഫയലുകൾ അല്ലെങ്കിൽ രണ്ട് യൂസേഴ്സ് അല്ലെങ്കിൽ രണ്ട് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് അല്ലെങ്കിൽ യൂസേഴ്സ് ആക്സസ് ചെയ്യുന്ന സമയത്ത് ഒരേ സമയത്ത് അവിടെ ഡാറ്റ ഇൻകറക്റ്റ് അല്ലെങ്കിൽ ഡാറ്റ കറപ്റ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. അത് സോൾവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഇതിലില്ല. ജസ്റ്റ് ഒരു എക്സാമ്പിൾ പറയാം. എ എന്ന് പറയുന്ന ഒരു അക്കൗണ്ട് ഉണ്ട്, ബിയും സിയും ഉണ്ട്. എയിൽ നിന്ന് ബിയും സിയും ഒരേ ടൈമിൽ തന്നെയാണ് എന്ത് ചെയ്യുന്നത്, അവരുടെ ഡാറ്റ മീൻസ് ഒരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ പോകുന്നത്. എയിൽ ഇപ്പം 2000 റുപ്പീസ് ഉണ്ടെങ്കിൽ ബി വിഡ്രോ ചെയ്യുന്നത് 500 ആണ്, സി വിഡ്രോ ചെയ്യുന്നത് 1000 ആണ്. അപ്പം ബി 500 സി 1000 ആണെങ്കിൽ എയിലുള്ള ബാലൻസ് ചെക്ക് ചെയ്യുമ്പോൾ 2000, ബിയും കിട്ടുന്നത് ബാലൻസ് 2000 അറ്റ് എ ടൈമിലാണ് പറയുന്നത്. സിയും എടുക്കുമ്പോഴും 2000 ബാലൻസ് വരുന്നത്. ഉടനെ ബിയിൽ 2000 നിന്ന് എയും അവരുടെ എത്രയാണ് എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് ബാലൻസ് ഇടുന്നു. അതേ സമയത്ത് തന്നെ സിയും അതേ മോഡലിൽ അതിൻ്റെ എമൗണ്ട് ഡിഡക്റ്റ് ചെയ്തിട്ട് അതിലേക്ക് എഴുതുന്നു. അപ്പോൾ അവിടെ കറക്റ്റ് ശരിക്കും യഥാർത്ഥ എത്രയാണോ ബാലൻസ് എന്നുള്ളത് വരുന്നതിന് പകരം അവിടെ ഡാറ്റ കറപ്റ്റ് ആവുന്നു. ഇത് സോൾവ് ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിലില്ല. അടുത്തത് സെക്യൂരിറ്റി പ്രോബ്ലംസ്. There is no security provided in file processing system to secure the data from unauthorized user or access. Unauthorized access അംഗീകാരം ഇല്ലാത്ത അല്ലെങ്കിൽ യഥാർത്ഥ യൂസേഴ്സ് അല്ലാത്തവർ ഡാറ്റ ആക്സസ് ചെയ്യുന്നതിൽ നിന്നും തടയാനുള്ള ഒരു നല്ലൊരു സെക്യൂരിറ്റി മീൻസ് ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിനില്ല. ഇതാണ് അടുത്തൊരു പ്രോബ്ലം. ഇപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ all of the means in all accounts are protected by providing IDs and പാസ്വേഡും യൂസർ നെയിമും തന്നിട്ടാണ് ഇന്ന് നമ്മൾ എല്ലാവരുടെയും ഡാറ്റ നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പോൾ അതിൽ തന്നെ ഡിഫറെൻറ്റ് ലെവൽ യൂസേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ടെക്നിക്ക് അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ടെക്നിക്ക് ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ചിലില്ല. ഡാറ്റ ഡിപ്പെൻഡൻസ്. In the files, data stored in a specific format. നമ്മൾ പറഞ്ഞു ഡിഫറെൻറ്റ് ഫോർമാറ്റ്സിലാണ് ഡാറ്റ സേവ് ചെയ്യുന്നത്. ഒരു പക്ഷേ ടാബ് ഉപയോഗിച്ചാൽ സ്പേസ് വിട്ടിട്ടാവാം, കോമ അല്ലെങ്കിൽ സെമി കോളൻ ഇട്ടിട്ടായിരിക്കും നമ്മൾ ഡാറ്റ ഇങ്ങനെ സെപ്പറേറ്റ് ചെയ്യുന്നത്. If the format of any of the files is changed, അപ്പോൾ ഏതെങ്കിലും ഒരു ഫയലിൽ ഇപ്പോൾ ഞാൻ പറയാം കോമ ഇട്ടിട്ടാണ് അതിൻ്റെ ഈ സെപ്പറേറ്റ് ചെയ്യുന്ന നമ്മൾ കോമ ഇട്ടിട്ടാണ് ഡാറ്റകളെങ്കിൽ അത് നമ്മൾ മാറ്റി, then the program for the processing this file need to be changed. അപ്പോൾ ഇതുമായിട്ട് ഇത് മാറ്റുന്നതോടൊപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള എല്ലാ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലും നമ്മൾ ഇതിനനുസരിച്ച് മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നു. There would be many application program depend on this file.
വി നീഡ് ടു നോ ഇൻ അഡ്വാൻസ് ഓൾ ദ പ്രോഗ്രാംസ്, ഏതൊക്കെ പ്രോഗ്രാമാണ് ഈ ഒരു ഫയലുമായി ബന്ധപ്പെട്ടതെന്ന് നമുക്ക് അറിയുകയും അത് മാറ്റം എല്ലാ ഫയലുകളിലും എല്ലാ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസും നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇതാണ് ഡാറ്റ ഡിപ്പെൻഡൻസ്. ഡാറ്റ ഓരോ ആപ്ലിക്കേഷൻ പ്രോഗ്രാമുമായിട്ടും ഡിപ്പെൻഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവിടെ എന്തെങ്കിലും ഒരു ഫോർമാറ്റിൽ മാറ്റം വരികയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട എല്ലാ ആപ്ലിക്കേഷൻ പ്രോഗ്രാമിലും നമുക്ക് മാറ്റം വരുത്തേണ്ടതായിട്ട് വരുന്നു. ദീസ് ആർ ദ ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഫയൽ പ്രോസസ്സിംഗ് അപ്രോച്ച്. നെക്സ്റ്റ്, ഡാറ്റാബേസ് അപ്രോച്ച്. We already discussed the drawbacks of file processing approach. ഈ പോരായ്മകളൊക്കെ പരിഹരിക്കാൻ വേണ്ടിയിട്ടാണ് എ ന്യൂ അപ്രോച്ച് ഈസ് ഡെവലപ്ഡ് ദാറ്റ് ഈസ് നോൺ ആസ് ഡാറ്റാബേസ് അപ്രോച്ച്. It allows many programs and users share the data in the database. ഡാറ്റാബേസിലുള്ള ഡാറ്റ മീൻസ് ഇറ്റ് അലൗ ഓൾ യൂസേഴ്സ് ടു ഷെയർ ദ ഡാറ്റ. ഏതൊരു യൂസേഴ്സിനും അതുമായി ബന്ധപ്പെട്ടുള്ളവർക്ക് ഒരു കോപ്പി ഉപയോഗിച്ച് ആ കോപ്പി എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റി എന്നതാണ് ഡാറ്റാബേസ് അപ്രോച്ചിലെ മെയിൻ. ഇറ്റ് ആക്ട് ഇൻ ദ ഫോം ഓഫ് ഇൻ ദ സെൻട്രലൈസ്ഡ് ഫോം. സെൻട്രലൈസ്ഡ് ഫോം ആയിരുന്നു ഇവിടെ നമ്മൾ നടപ്പാക്കിയിരുന്നത്. ഓൺലി ദ ഓതറൈസ്ഡ് യൂസേഴ്സ് ക്യാൻ retrieve, insert and delete data by using query from the database. ഡിഫറെൻറ്റ് ക്വറീസ് ഉപയോഗിച്ചിട്ട് ഏതൊക്കെയാണോ യൂസേഴ്സ് അവർക്ക് അവരുടെ റൈറ്റ് അനുസരിച്ച് അവർക്ക് കൊടുത്തിട്ടുള്ള പെർമിഷൻ അനുസരിച്ച് ഒരു പ്രത്യേക ലെവലിലെ യൂസേഴ്സിന് മീൻസ് ജസ്റ്റ് ആക്സസ് ദ ഡാറ്റ, മറ്റുള്ളവർക്ക് ആക്സസും അപ്ഡേഷനും നടത്താം, മറ്റുള്ളവർക്ക് ഡിലീറ്റും നടത്താം. ഇങ്ങനെയല്ല വ്യത്യസ്തമായിട്ടുള്ള റൈറ്റ്സ് കൊടുത്തിട്ടുള്ള ഒരു അപ്രോച്ചാണ് ഡാറ്റാബേസ് അപ്രോച്ച്. മീൻസ് ഇറ്റ് അലോ ടു ഷെയർ ദ ഡാറ്റ ബിറ്റ്വീൻ ദ യൂസേഴ്സ് ആൻഡ് ദേ ക്യാൻ പെർഫോം ഓപ്പറേഷൻസ് upon these data depending upon their permissions. ഡാറ്റാബേസ്. ഇനി നമുക്ക് ഡാറ്റാബേസ് അപ്രോച്ച് മീൻസ് അതിനെ കൂടുതലായി എക്സ്പ്ലെയിൻ ചെയ്യുന്നതിന് മുമ്പായി എന്താണ് ഡാറ്റാബേസ് എന്ന് പറയാം. എ ഡാറ്റാബേസ് ഈസ് ഓർഗനൈസ്ഡ് കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ദാറ്റ് ക്യാൻ ബി ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ. പറഞ്ഞു കഴിഞ്ഞു, ഡാറ്റാബേസ് ഈസ് എ കളക്ഷൻ ഓഫ് റിലേറ്റഡ് ഡാറ്റ ആൻഡ് ദാറ്റ് ക്യാൻ ബി ഷെയർഡ് എമംഗ് ഡിഫറെൻറ്റ് ഓർ മൾട്ടിപ്പിൾ യൂസേഴ്സ്. മൾട്ടിപ്പിൾ യൂസേഴ്സിൻ്റെ ഇടയിൽ നമുക്കത് ഷെയർ ചെയ്യാൻ പറ്റും. വിത്ത് വൺ കോപ്പി, ഒരു കോപ്പി ഉള്ളെങ്കിലും ആ ഒരു കോപ്പി തന്നെ നമുക്ക് എല്ലാവർക്കും ഷെയർ ചെയ്യാൻ പറ്റും. ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം അഥവാ DBMS. ഇറ്റ് ഈസ് എ കളക്ഷൻ ഓഫ് പ്രോഗ്രാംസ് ദാറ്റ് ഇനേബിൾസ് യൂസേഴ്സ് ടു ക്രിയേറ്റ് ആൻഡ് മെയിൻറ്റെയിൻ ഡാറ്റാബേസ്. DBMS provide facilities to perform various operations like database creation, storing data in it, updating data, creating a table in the database and so on. It is a DBMS എന്ന് വെച്ചാൽ it is a set of program. It gives the facility to perform operation upon database. The operations means inserting data, deleting data, updating data and creating new database etc. These operations can be performed by using database management system. അതിനെയാണ് നമ്മൾ ഇങ്ങനെയുള്ള സെറ്റപ്പ് ഈ എല്ലാ ഫെസിലിറ്റിയും ഒരു ഡാറ്റാബേസിന് മുകളിൽ ചെയ്യാവുന്ന ഓപ്പറേഷൻസ് എല്ലാം നടത്താൻ നമുക്ക് ഫെസിലിറ്റി നൽകുന്ന സെറ്റ് ഓഫ് പ്രോഗ്രാംസിനെയാണ് നാം ഡാറ്റാബേസ് മാനേജ്മെൻറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ളത്. അഡ്വാൻറ്റേജസ് ഓഫ് DBMS. റിഡക്ഷൻ ഓഫ് റിഡൻഡൻസീസ്. ഞാൻ പറഞ്ഞു വൺ ഓഫ് ദ മേജർ പ്രോബ്ലം ഓഫ് data means file approach is redundancy. Here that data redundancy can be reduced by storing entire data in one place or in one database. ഒരു ഡാറ്റാബേസിൽ നമ്മൾ സ്റ്റോർ ചെയ്തതുകൊണ്ട് തന്നെ നമുക്ക് റിഡൻഡൻസി എന്ന ഇഷ്യൂ നമുക്ക് സോൾവ് ചെയ്യാം. അവിടെയാണെങ്കിൽ സെപ്പറേറ്റ് ഫയൽസിനാണ് നമ്മൾ സ്റ്റോർ ചെയ്തിരുന്നത്. ഹിയർ വി ആർ സ്റ്റോറിംഗ് ഡാറ്റ ഇൻ എ വൺ ഡാറ്റാബേസ് ആൻഡ് ദിസ് ഡാറ്റ ക്യാൻ ബി ഷെയർഡ് ബിറ്റ്വീൻ മൾട്ടിപ്പിൾ യൂസേഴ്സ്. ഡിഫറെൻറ്റ് യൂസേഴ്സിന് നമുക്കത് എന്ത് ചെയ്യാൻ പറ്റും, ഷെയർ ചെയ്യാൻ പറ്റും. സോ ദർ ഈസ് ഓൺലി വൺ കോപ്പി. അവിടെ ഒരു കോപ്പി മാത്രമേ വരുന്നുള്ളൂ. സോ വി ക്യാൻ റെഡ്യൂസ് ദ റിഡൻഡൻസി ബൈ വർക്കിംഗ് ഇൻ ദ ഫോം ഓഫ് സെൻട്രലൈസ്ഡ് മാനർ. സെൻട്രലൈസ്ഡ് മാനറിൽ നമുക്ക് വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമുക്കിവിടെ റിഡൻഡൻസി എന്നുള്ള പ്രോബ്ലം സോൾവ് ചെയ്യാവുന്നതാണ്. 2, ഷെയറിംഗ് ഓഫ് ഡാറ്റ. ഞാൻ പറഞ്ഞു ഡിഫറെൻറ്റ് യൂസേഴ്സിൽ ഷെയർ ചെയ്യാൻ പറ്റും. എ ഡാറ്റാബേസ് എലോസ്
sharing of data under its control by any number of application programs or users, and each may use it for different purpose. Data can be shared between different users. ഡിഫറെൻറ്റ് യൂസേഴ്സിനിടയിൽ നമുക്ക് ഡാറ്റ ഷെയർ ചെയ്യാൻ പറ്റും. ആൻഡ് ദീസ് ഡാറ്റ ക്യാൻ ബി യൂസ്ഡ് ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. ഒരാൾ ജസ്റ്റ് ആക്സസ് ചെയ്യുക മാത്രമാണെങ്കിൽ മറ്റൊരാൾ അപ്ഡേഷൻ നടത്താം. ഇപ്പോൾ ഒരു ബാങ്കിൽ നിങ്ങൾക്കറിയാം, ബാങ്ക് ക്ലർക്കാണെങ്കിൽ അയാൾക്ക് അവിടെയുള്ള എല്ലാ യൂസേഴ്സിൻ്റെയും അക്കൗണ്ടുകൾ ആക്സസ് ചെയ്യാൻ അപ്ഡേഷൻ നടത്താനും സാധിക്കും. എന്നാൽ അവിടെയുള്ളൊരു അക്കൗണ്ട് ഹോൾഡർ ആണെങ്കിൽ അയാൾക്ക് അയാളുടെ അക്കൗണ്ട് മാത്രമേ ആക്സസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. ഇപ്പോൾ ബാങ്ക് അക്കൗണ്ടൻ്റ് ആണെങ്കിൽ അവർക്ക് എല്ലാ റെക്കോർഡും കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ നമുക്ക് നമ്മുടെ അക്കൗണ്ട് മാത്രമേ. അപ്പോൾ അവരുടെ പെർമിഷൻ അനുസരിച്ച്, അവരുടെ ലെവലിനനുസരിച്ച്, അവർക്കുള്ള പെർമിഷൻ അനുസരിച്ച് ദേ ക്യാൻ പെർഫോം ഡിഫറെൻറ്റ് ഓപ്പറേഷൻ അപ്പോൺ ദാറ്റ് ഡാറ്റ. ആ ഡാറ്റയുടെ മുകളിൽ അവർക്ക് പല ഓപ്പറേഷൻ നടത്താനും പറ്റും. ഡാറ്റ കൺസിസ്റ്റൻസി. Data consistency is ensured in a database because there is no data redundancy. All data appears consistently across the database and the data is same for all users viewing the database. Moreover, any change made to the database are immediately reflected to all users and there is no data inconsistency. Means data inconsistency consistency mean whenever we are making any change upon the data, നമ്മൾ ആ ഡാറ്റയിൽ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ടു ഓൾ യൂസേഴ്സ്. എല്ലാ യൂസേഴ്സിനും അത് റിഫ്ലക്റ്റ് ചെയ്യും. ഇപ്പം നിങ്ങൾ ഫാദർ ബാങ്ക് ഗൾഫിൽ അബ്രോഡാണ് വർക്ക് ചെയ്യുന്നത്, ഒരു എമൗണ്ട് ഡെപ്പോസിറ്റ് ചെയ്തു. Automatically it can see by your parent, or simultaneously you can see the balance in you from India also, or you can access the account and you can see the balance. അപ്പോൾ നിങ്ങളെ ഫാദർ ഗൾഫിൽ നിന്നിട്ട എമൗണ്ട് അറ്റ് എ ടൈമിൽ തന്നെ നിങ്ങൾക്കും ആ അക്കൗണ്ടിൽ എത്രയാണോ ബാലൻസ് വരുന്നത് അതുപോലെ തന്നെ രണ്ടാൾ കാണുന്നതും ഒരേ ബാലൻസ് ആയിരിക്കും. അപ്പോൾ ഒരു യൂസർ എന്തെങ്കിലും ഒരു മാറ്റം അവിടെ വരുത്തുകയാണ് എങ്കിൽ, ഏതെങ്കിലും ഒരു യൂസർ അവിടെ അക്കൗണ്ടൻ്റാണ് മാറ്റുന്നത്, മറ്റ് യൂസേഴ്സിനും ആ ചേഞ്ച് എന്ത് ചെയ്യുന്നുണ്ട്, കാണാൻ പറ്റുന്നുണ്ട്. അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് മാറ്റം വരുത്തുന്നത്, ആ എല്ലാ യൂസേഴ്സിനും ആ ചേഞ്ച് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അതിനാണ് കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. നമ്മൾ ഡാറ്റാബേസിൽ ഏതെങ്കിലും ഒരു ഡാറ്റയിൽ എന്തെങ്കിലും ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ ബി റിഫ്ലക്റ്റ് ഓൾ യൂസേഴ്സ് ഇൻ വിച്ച് ദേ ആർ ആക്സസിങ് ദാറ്റ് ഡാറ്റ. ആരെല്ലാമാണോ ആ ഡാറ്റ ആക്സസ് ചെയ്യുന്നത് അവർക്കെല്ലാം ആ മീൻസ് ചേഞ്ച് കാണാൻ പറ്റും. ഇതിനാണ് ഡാറ്റ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞിട്ടുള്ളത്. അവിടെ നമ്മൾ പറഞ്ഞു വേരിയസ് ഫയൽസ് ആയതുകൊണ്ട് ഒന്നിൽ ചേഞ്ച് വരുത്തിയാൽ മറ്റുള്ളതിൽ കാണാൻ പറ്റില്ല. അതല്ല ഇവിടെ ഒരു കോപ്പിയേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുകയാണെങ്കിൽ ഇറ്റ് വിൽ റിഫ്ലക്റ്റ് ടു ഓൾ യൂസേഴ്സ്. ഡാറ്റ സെക്യൂരിറ്റി. It is a vital concept in database. Only authorized users should be allowed to access the database and their identity should be authenticated using the username and password. Unauthorized users should not be allowed to access the database. Data is more important nowadays. നമുക്കറിയാം, ഞാൻ പറഞ്ഞു കഴിഞ്ഞു, ഡാറ്റ വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒന്നാണ്. So the database allowing to access data to its authorized users only. ഓതറൈസ്ഡ് യൂസേഴ്സിന് മാത്രമേ ഡാറ്റ ആക്സസ് ചെയ്യാൻ പറ്റുള്ളൂ ബൈ പ്രൊവൈഡിങ് യൂസർ നെയിം ആൻഡ് പാസ്വേഡ്. ഓരോ യൂസർക്കും അതിനനുസരിച്ച് മീൻസ് അതിൻ്റെ സീക്രസിക്ക് അനുസരിച്ച് യൂസർ നെയിം പാസ്വേഡ് കൊടുക്കുന്ന അതുള്ളവർക്ക് മാത്രം അതിൻ്റെ ഐഡൻറ്റിറ്റി കറക്റ്റാണെന്ന് ചെക്ക് ചെയ്താൽ മാത്രമേ അവർക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ അൺഓതറൈസ്ഡ് യൂസേഴ്സിന് ഡാറ്റാബേസ് ആക്സസ് ചെയ്യാനുള്ള ഫെസിലിറ്റി നൽകുന്നില്ല. ഇതാണ് ഇവിടെ ഡാറ്റ സെക്യൂരിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. Backup and recovery. Database management system automatically takes care of backup and recovery. The user do not need to back up the data periodically because this is taken care of by the DBMS. Moreover, it also restores the database after a crash or system failure to its previous condition. Database management system has the facility or it has the mechanism to back up and recovery. Periodically DBMS automatically ഡാറ്റയുടെ ബാക്കപ്പ് എടുത്തുകൊണ്ടേയിരിക്കും. ഇപ്പോൾ whenever there is any crash or failure, എന്തെങ്കിലും ഒരു പ്രോബ്ലം വരികയാണെങ്കിൽ it will restore the
പ്രീവിയസ് ഡാറ്റ അല്ലെങ്കിൽ പ്രീവിയസ് കണ്ടീഷനിലേക്ക് തന്നെ ഇത് തിരിച്ചു പോകും. അതിനുള്ള ഫെസിലിറ്റി ഇതും DBMS അതിനുള്ള മെക്കാനിസം DBMS പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഓട്ടോമാറ്റിക്കലി അത് ബാക്കപ്പ് എടുക്കുന്നു. എന്തെങ്കിലും ഒരു ക്രാഷ് വരികയാണെങ്കിൽ അതിൽ നിന്ന് എന്ത് ചെയ്യാൻ റിക്കവർ ചെയ്യാനുള്ള മെക്കാനിസവും നമ്മുടെ DBMSന് ഉണ്ട്. എഫിഷ്യൻറ്റ് ഡാറ്റ ആക്സസ് വളരെ ഈസി ആയിട്ട് DBMS യൂട്ടിലൈസസ് എ വെറൈറ്റി ഓഫ് ടെക്നിക് ടു സ്റ്റോർ ആൻഡ് റിട്രീവ് ഡാറ്റ ഇഫക്റ്റീവ്ലി. നമുക്ക് ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഡാറ്റ റിട്രീവ് ചെയ്യാനുള്ള ഫെസിലിറ്റി ഡാറ്റാബേസ് പ്രൊവൈഡ് ചെയ്യുന്നു. പ്രൈവസി റൂൾസ് ഇൻ ദ ഡാറ്റാബേസ് മീൻസ് only the authorized users can access the database according to its privacy constraints. There are different levels of database access users. Each user can perform operations according to the level of access. The DBMS provide our database management system provide privacy of data by keeping different levels of users. I പറഞ്ഞത് if we are going to ATM counter and we can see the details of our account, we cannot see the details of any others. നമുക്ക് നമ്മുടെ അക്കൗണ്ടിൻ്റെ ഡീറ്റെയിൽസ് കാണാൻ, പക്ഷേ മറ്റ് ആരുടെയും ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റില്ല. ബട്ട് ബാങ്ക് അക്കൗണ്ടൻറ്റ് ക്യാൻ or bank clerk can see the details of all account holders under that bank. അല്ലെങ്കിൽ ആ ബാങ്കിന് കീഴിൽ വരുന്ന എല്ലാ അക്കൗണ്ട് ഹോൾഡേഴ്സിൻ്റെയും ഡീറ്റെയിൽസ് കാണാൻ പറ്റും. അപ്പോൾ ഓരോ യൂസേഴ്സിനും വ്യത്യസ്ത ലെവൽ ഓഫ് പെർമിഷൻ നൽകിയിട്ട് അത് ഡാറ്റ അവിടെ അതിൻ്റെ പ്രൈവസി കാത്തു സൂക്ഷിക്കുന്നു. അതാണ് ഇവിടെ പ്രൈവസി എന്നതുകൊണ്ട് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഡാറ്റ അറ്റോമിസിറ്റി നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. Taking all the operation as a one task, one in the form, otherwise not at all. അതാണ് an atomic transaction in which all the database action occur or none of them to do. It is the duty of DBMS to store a complete transaction in the database. If any transaction is partially completed, then it rolls back them. എന്ന് വെച്ചാൽ ഏതെങ്കിലും എയിൽ നിന്ന് ബിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് എയിൽ നിന്ന് ഡിഡക്റ്റ് ചെയ്തു, ബിയിൽ ക്രെഡിറ്റ് ആയില്ല, ആ സമയത്താണ് ഫെയിലിയർ വന്നതെങ്കിൽ ഇറ്റ് വിൽ റോൾ ബാക്ക് ടു ദ പ്രീവിയസ് സ്റ്റേറ്റ്. ആദ്യത്തെ സ്റ്റേറ്റിലേക്ക് തന്നെ തിരിച്ചു പോകും. എൻ്റയർ ഓപ്പറേഷൻ നടന്നു കഴിഞ്ഞാൽ മാത്രമേ ആ യഥാർത്ഥ ആ ചേഞ്ച് അവിടെ രണ്ട് അക്കൗണ്ടിലും വരുത്തുകയുള്ളൂ. അതാണ് ഇവിടെ ഡാറ്റ അറ്റോമിസിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്. ഈ രണ്ടും അഡ്വാൻറ്റേജസ് ഓഫ് DBMSും ഡിസഡ്വാൻറ്റേജസ് ഓഫ് ഡാറ്റ പ്രോസസ്സിംഗ് അപ്രോച്ച് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. താങ്ക് യു വെരി മച്ച്.